ഗൈസ്, നമ്മുടെ ഈ വർഷത്തിന്റെ അവസാനത്തെ ദിവസമല്ലേ ഇന്ന്. നാളെ തൊട്ട് പുതിയ വർഷം സ്റ്റാർട്ട് ആവുമല്ലേ. അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ സിൽക്ക് സാരീസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. പൊതുവേ നമുക്ക് പ്യുവർ ആയിട്ടുള്ള സിൽക്ക് സാരി അല്ലെങ്കിൽ ഹാൻഡ്ലൂം സിൽക്ക് സാരിയുടെ ഒരു പ്രത്യേകതരം കണക്ഷനാണ്. മാത്രമല്ല ആ സാരി കോസ്റ്റ്ലി സൈഡിലേക്ക് വരുന്നതാണ്. അപ്പൊ അതിനെ എങ്ങനെ നമുക്ക് നൈസ് ആയിട്ട് കീപ്പ് ചെയ്യാം എന്നുള്ളതിന്റെ ടിപ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ തരാൻ പോകുന്നത്. അധികം ബുദ്ധിമുട്ടുകൾ കൂടാണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് നോക്കിയാലോ. സോ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ പ്യുവർ ആയിട്ടുള്ള സിൽക്ക് സാരിയുടെ ഡയറക്റ്റ്ലി ഉള്ള സൺലൈറ്റ്, പ്രത്യേകിച്ച് ഹാർഷ് ആയിട്ടുള്ള സൺലൈറ്റിന് മുമ്പിൽ നമ്മൾ വെക്കാണ്ടിരിക്കുക. നമ്മൾ എപ്പോഴും അതിനൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു കൂൾ ആയിട്ടുള്ള ഒരു വാർഡ്രോബിലാണ് അതിനെ വെക്കേണ്ടത്. പിന്നെ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരിക്കലും നമ്മൾ ഇതുപോലെ ടൈറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നർ ബാഗ്സിൽ ഒരിക്കലും നമ്മുടെ സാരീസ് വെക്കരുത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സാരീസ് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് ഫെയ്ഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ പ്യുവർ ആയിട്ടുള്ള സിൽക്ക് സാരീസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൽമൽ കോട്ടന്റെ ഒക്കെ ഇങ്ങനെ ബാഗ് കിട്ടുമല്ലോ, ക്യാരി ബാഗ്സ് ചെറുത്. അപ്പൊ അങ്ങനത്തെ ബാഗ്സിൽ നമ്മൾ എപ്പോഴും സിംഗിൾ ആയിട്ട് നമ്മൾ സാരി വെക്കാനാണ് എപ്പോഴും നോക്കേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ മൽക്കോട്ടന്റെ തന്നെ നമ്മുടെ ഫാബ്രിക് കിട്ടും. അപ്പൊ ആ ഫാബ്രിക്കിൽ 2-3 സാരീസ്, മാക്സിമം പോയി ഒരു 3 സാരീസ് വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ വാർഡ്രോബിൽ വെക്കുക. ഇതാണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നമ്മളെ മെത്തേഡ് സജസ്റ്റ് ചെയ്യുന്നത്. എപ്പോഴും മൽക്കോട്ടൺ ഇല്ലെങ്കിൽ നമ്മുടെ പഴയ കോട്ടൺ ഉണ്ടാവുമല്ലോ. പഴയ കോട്ടൺ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നൈസും അതുപോലെ സോഫ്റ്റും ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണിൽ നമ്മൾ ഫാബ്രിക് വെച്ച് കഴിഞ്ഞാൽ അത് ഇതുപോലെ ഫെയ്ഡ് ആവാണ്ടും പിന്നെ അധികം കാലം കൂടെ ഇരിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കളർ ഫെയ്ഡ് വരത്തില്ല, അതൊരു സ്മെല്ലും വരത്തില്ല. സോ ഇതാണ് നമ്മുടെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരി എപ്പോഴും മൽമൽ കോട്ടന്റെ ബാഗ്സിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഫാബ്രിക്കിലോ കവർ ചെയ്ത് വെക്കുക. ടിപ്പ് നമ്പർ 2, നമ്മുടെ സാരി എല്ലാം 3-4 മാസം കൂടുമ്പോഴത്തേക്കെങ്കിലും അതിനെ ബ്രീത്ത് ചെയ്യാനുള്ള ഒരു ഇത് കൊടുക്കുക. നമ്മൾ അതിനെ എയർ ഡ്രൈ ചെയ്യിപ്പിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാർഷ് ആയിട്ടുള്ള സൺലൈറ്റിന്റെ മുമ്പിൽ വെക്കരുത്, കുറച്ച് മൈൽഡ് ആയിട്ടുള്ള സൺലൈറ്റിന്റെ മുമ്പിൽ വെക്കോ, ഇല്ലെങ്കിൽ ഫാനിന്റെ അണ്ടറിലോ വെച്ചിട്ട് നമ്മൾ സാരിയൊക്കെ ഒന്നും കൂടി ഓപ്പൺ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് പറയുമ്പോഴത്തേക്ക് തോന്നുന്നു സാരിയൊക്കെ ഇത്രയും വലിയ സാരിയല്ല, അപ്പൊ എത്ര സാരി എങ്ങനെ ഓപ്പൺ ചെയ്ത് പിന്നെ റീഫോൾഡ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ അത് അത്ര അത്യാവശ്യമാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലെ തന്നെയാണ് നമ്മുടെ സാരിക്കും ബ്രീത്ത് ചെയ്യേണ്ടതുണ്ട്. അധികം കാലം അത് അടഞ്ഞിരിക്കുമ്പോൾ അതിൽ നിന്ന് ബാഡ് ആയിട്ടുള്ള സ്മെല്ല് വരും. അപ്പൊ അങ്ങനെ സ്മെല്ല് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സാരി ഇടയ്ക്കൊക്കെ ഓപ്പൺ ചെയ്തിട്ട് എയറിന്റെ മുമ്പിൽ വെക്കണം നമ്മൾ പറയണത്. അതുപോലെ തന്നെ ഇതുപോലെ സ്മെല്ല് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ടിപ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ നാഫ്തലിൻ ബോൾസ് ഉണ്ടല്ലോ, അത് നമ്മുടെ വാർഡ്രോബിനകത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ അത് ഒരിക്കലും നമ്മുടെ സാരിയായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വെക്കരുത്. നമ്മൾ എന്തെങ്കിലും ചെറിയൊരു ടിഷ്യൂവിനകത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കർച്ചീഫിനകത്തോ പൊതിഞ്ഞിട്ട് നമ്മുടെ വാർഡ്രോബിന്റെ ഏതെങ്കിലും കോർണറിലായിട്ട് വെക്കുക. അപ്പൊ അതൊരു സ്മെല്ല് വരുമ്പോഴത്തേക്ക് നമ്മുടെ സാരിയിൽ അത്ര ഒരു പഴകിയ സ്മെല്ല് വരത്തില്ല. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിലിക്കോൺ ബാഗ് ഉണ്ടാവല്ലോ. സിലിക്കോൺ ബാഗ് ആണെങ്കിലും നമുക്ക് ഇതുപോലെ വാർഡ്രോബിന്റെ ഏരിയയിലേക്ക് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന സ്മെല്ല് വരുന്നതുകൊണ്ട് നമ്മുടെ സാരിക്ക് ബാഡ് സ്മെല്ല് വരത്തില്ല. പിന്നെ ഏറ്റവും നല്ല ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് 3-4 മാസം കൂടുമ്പോഴത്തേക്ക് ഇതുപോലെ സാരി എടുത്ത് പുറത്ത് വെച്ചിട്ട് ഒന്ന് എയർ ഡ്രൈ ചെയ്യിപ്പിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ബെഡ്ഷീറ്റുകളായാലും അതൊക്കെയായാലും കുറേ നാൾ നമ്മളിങ്ങനെ വാർഡ്രോബിൽ വെച്ചിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു പഴകിയ മണം ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനത്തെ മണം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അതിപ്പോൾ നമ്മുടെ പഴയ ബ്ലാങ്കറ്റ്സ് ആയാലും ബെഡ്ഷീറ്റ് ആയാലും നമ്മൾ അധികം കാലം വാർഡ്രോബിൽ വെച്ച് എടുക്കുമ്പോഴത്തേക്ക് അതിനും ഒരു സ്മെല്ല് ഉണ്ടാവുമല്ലോ. സോ അതേപോലെ തന്നെയാണ് നമ്മുടെ സാരി നമ്മൾ അധികം കാലം നമ്മളിങ്ങനെ വാർഡ്രോബിൽ വെച്ചിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഇതുപോലത്തെ ബാഡ് സ്മെല്ല് വരും. അപ്പൊ ഈ പറഞ്ഞ ടിപ്സ് കൂടാണ്ട് വേറൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആര്യവേപ്പ് ഇലയില്ലേ, അതിന് നമ്മൾ സൺലൈറ്റിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഉണക്കിയിട്ട് അത് നമ്മുടെ ഇതുപോലെ വാർഡ്രോബിനകത്ത് എവിടെയെങ്കിലും ഒരു സ്പേസിൽ വെക്കുകയാണെങ്കിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫ്രഷ് സ്മെല്ല് വരും. അപ്പൊ ഇതുപോലെ ഈ ടിപ്സ് നിങ്ങൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകുക. അപ്പൊ ആ ഒരു മെയിൻറ്റെയിൻസ് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് സാരിയിൽ നിന്ന് അങ്ങനത്തെ ഒരു പഴയ മണം വരത്തില്ല. അടുത്ത നമ്മൾ പണ്ടോട്ടേ ചെയ്തു വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ സിൽക്ക് സാരീസൊക്കെ നമ്മൾ ഹാങ്ങറിൽ ഹാങ് ചെയ്തിടുന്നത്. പൊതുവെ നമ്മൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാങ് ചെയ്ത് ഇടുന്തോറും നമ്മുടെ സാരീസ് ഡാമേജ് ആവാനുള്ള റീസൺസ് കൂടുതലാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് സ്പേസ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഹാങ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെതായിട്ടുള്ള ഹാങ്ങറിലോ അല്ലെങ്കിൽ വുഡൻ ഹാങ്ങറിലോ പ്ലാസ്റ്റിക് റോഡ് വരുന്ന ഹാങ്ങറിലോ ആയിട്ട് ഹാങ് ചെയ്തിടുക. അല്ലെങ്കിൽ ചില ഹാങ്ങേഴ്സ് ഒക്കെ ഇപ്പോൾ വരുന്നുണ്ടല്ലോ, സ്റ്റീൽ അല്ലാണ്ട് മിക്സ് ആയിട്ട് വരുന്ന ചില ഹാങ്ങേഴ്സ് ഉണ്ടല്ലോ, അതിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അത് തുരുമ്പിക്കും തോറും സാരി ഡാമേജ് ആവാനുള്ള ചാൻസസും കൂടുതലാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ ലിനൻ്റെയോ അല്ലെങ്കിൽ മൽമൽ കോട്ടൻ്റെയോ ഒക്കെ ഫാബ്രിക്സിൽ സാരി ഇതുപോലെ കവർ ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ബാഗ്സിലോ ആയിട്ട് നമ്മൾ കവർ ചെയ്തിട്ട് അതുപോലെ വെക്കുക. എന്നിട്ട് ഒരു 3-4 മാസം കൂടുമ്പോഴത്തേക്ക് എയർ ഡ്രൈ ചെയ്യിപ്പിക്കുക. ഇതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. സ്പേസ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാങ് ചെയ്ത് ഇടുവാണെങ്കിലും
പ്ലാസ്റ്റിക്കിൻ്റെ ആയിട്ടുള്ള ഹാങ്ങേഴ്സോ അല്ലെങ്കിൽ ഇതുപോലത്തെ റോഡ് വരുന്ന ടൈപ്പ് ഹാങ്ങേഴ്സിലോ ആയിട്ട് ഹാങ് ചെയ്തിടാൻ ശ്രമിക്കുക. സോ അടുത്ത് നമ്മൾ ചെയ്ത മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാരി നമ്മൾ ഒരേ ഫോൾഡിൽ തന്നെ നമ്മൾ കുറേ വർഷങ്ങളോളം നമ്മളിങ്ങനെ വെക്കും. അപ്പോൾ സാരീസ് നമ്മൾ ഇടയ്ക്കൊക്കെ എടുത്ത് ഉടുക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടി റീഫോൾഡ് ചെയ്യുക. അപ്പോൾ റീഫോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോൾഡ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നിങ്ങൾ റീഫോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതോറും സാരി ഡാമേജ് ആവത്തില്ല. ഇല്ലെങ്കിൽ ഒരേ ഫോൾഡിൽ തന്നെ നമ്മുടെ സാരി ഇരിക്കുന്നതോറും സാരി പിഞ്ചാനുള്ള ചാൻസസും കീറാനുള്ള ചാൻസസും ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒരു 3-4 മാസം കൂടുമ്പോഴത്തേക്ക് സാരി എടുത്തിട്ട് റീഫോൾഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സാരീസ് നിങ്ങൾക്ക് അധികം നാൾ വെക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കെമിക്കൽ ആയിട്ടുള്ള ഹാർഷ് ആയിട്ടുള്ള ബ്ലീച്ച് പോലത്തെ ഡിറ്റർജൻറ്റ് യൂസ് ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ ഇനി വാഷ് ചെയ്യണമെങ്കിൽ പോലും ഡ്രൈ വാഷ് ചെയ്യുക. ഇല്ലെങ്കിൽ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു വാഷേ ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഭയങ്കര കെമിക്കൽസ് ഒക്കെ കണ്ടെയ്ൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ സാരി വേഗം ഡാമേജ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ചെറിയ ടിപ്സ് ഒക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്യുവർ സിൽക്ക് സാരി എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും. ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം കൂടി ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ചെയ്തു പോവുക. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്സ് നമ്മൾ യൂട്യൂബിൽ നമ്മൾ എപ്പോഴും അപ്ലോഡ് ചെയ്യാറുണ്ട്. ഫാബ്രിക്സ് ആണെങ്കിലും സാരി ആണെങ്കിലും ഒക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അതിൻ്റെ ഹിസ്റ്ററി തൊട്ട് എല്ലാ കണ്ടന്റ്സും നമ്മുടെ യൂട്യൂബിൽ നമ്മൾ ഇടാറുണ്ട്. ഇനി വരുന്നതിനകത്ത് നമ്മൾ ഇതുപോലത്തെ കുറേ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് നമ്മുടെ യൂട്യൂബ് കണ്ടന്റ്സ് ഒക്കെ ഡെയിലി വാച്ച് ചെയ്യാം.